ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കൊപ്പക്കായ, മധുരമുള്ള കൊപ്പക്കായ വെച്ചിട്ട് നമുക്കൊരു മോരുകറി ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ നല്ല പഴുത്തതല്ല, ഒരു മധുരമായ ഒരു ചുവപ്പ് പിടിച്ച ഒരു ചുവപ്പ് കളറ് പിടിച്ച ഒരു പപ്പായ കൊണ്ട് നമുക്കൊരു മോരുകറി ഉണ്ടാക്കാം കേട്ടോ. കായ കണ്ടല്ലോ, അത് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, പൊട്ടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മോരുകറിയുടെ പപ്പായയുടെ കളറ് കണ്ടോ, ചുമപ്പ് പിടിച്ച നല്ല പപ്പായ. ഓക്കെ, ഈ പപ്പായ വെച്ചിട്ടാണ് നമ്മൾ മോരുകറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മോരുകറിക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയാണിത്. അത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഓക്കെ, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഓക്കെ, നമ്മൾ കഷ്ണം ഇല്ലാണ്ട് കറി വയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ വെറുതെ വീണ് കാക്ക കൊത്തിയും വീണും പോകുന്ന കഷ്ണമാണ്. ഇത് നമ്മൾ നല്ല കറിയായിട്ട് വെച്ച് കഴിയുമ്പോൾ സൂപ്പറാണ്. ഓക്കെ, ശരി, ഓക്കെ, തുടങ്ങാം. അപ്പം നമ്മുടെ പപ്പായ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരച്ച് ചേർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയിൽ ചേർക്കാനായിട്ട് ഒരു കപ്പ് നല്ല തൈര്, കട്ട തൈര്, പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചുനിയമുളക്, തേങ്ങ, ഇത്രയും കൂട്ടം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ചതും തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയായി വരും. തിളയ്ക്കാൻ പാടില്ല, പതഞ്ഞ് വരാനേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്തിടാൻ നോക്കാം. നമ്മൾ ഇതിലേക്ക് മോര് കറിയിലേക്ക് വറുത്തിടാൻ പോവാണേ. കടുക്, ഉലുവ, കരിവേപ്പില. ഓക്കെ, ഞാൻ എല്ലാത്തേലും വെളിച്ചെണ്ണ കുറവേ ചേർക്കുള്ളൂ. അതാണ് ഇങ്ങനെ കേട്ടോ. വെളിച്ചെണ്ണ അതിയായ നമ്മുടെ ശരീരത്തിനും കേടല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ വളരെയധികം കുറച്ചും കൊണ്ടുള്ള കഷ്ണമൊക്കെ നമ്മുടെ വീട്ടിലെ പപ്പായ അത് ഇതൊക്കെ എടുത്തിട്ടുള്ള കറിയാണ് ഉണ്ടാക്കണത്. എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ, ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പപ്പായ മോര് കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.